നമ്മൾ കമന്റ് വായിക്കുമ്പോഴേ ഇവരുടെ ചാനലിൽ മൊത്തം അവീതമുള്ള 1002 ഞാൻ കമന്റ് കൊടുക്കുമായിരുന്നു. അവീതം കണ്ടന്റ് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ അത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ എന്നെ ഇവിടെ ഞാൻ ഇത് കണ്ടാലേ കാണുമ്പോഴേ നെക്സ്റ്റ് അവീതം കൂടി വളരെ മാന്യമായിട്ട് അവീതം ജീവിക്കുന്ന ആൾക്കാർ. സാറിന് എനിങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല, ഞാൻ നൈറ്റ് ഇട്ടാലേ എന്നെ മനസ്സിലാവും. സന്തുവിന്റെ ഇത് വന്നപ്പോ ചേട്ടൻ വിളിച്ചു ഇതുപോലെ തന്നെയാ മോനെ നൈറ്റ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും നൈറ്റ് വല്ല എന്തെങ്കിലും. അപ്പൊ ഞാൻ നൈസായിട്ട് ചേട്ടാ വേലക്കാരൊന്നും നൈറ്റ് ഒന്നും വിടത്തില്ല ചേട്ടാ. ഇപ്പൊ നൈറ്റ് ഇടുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അതുകൊണ്ട് ഇപ്പൊ എന്നെ കുറച്ചൊക്കെ കണ്ടാ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒരു കോട്ടയം സ്ലാങ് ഇല്ലല്ലോ, ഭയങ്കര ഒരു ടച്ച് ഫീൽ ചെയ്തില്ല. ആരെ ഭയങ്കര ടോക്കറ്റീവ് ആരെ കൂട്ടത്തി? ഒറ്റ ഓർമ്മ സമാധാനം തരത്തില്ല. വണ്ടിയിൽ ഞങ്ങൾ ചൂടുവെള്ളം ഇടയ്ക്ക് വാങ്ങും, എന്നുവെച്ചാൽ അത് വായിൽ ഒഴിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന അടുത്തടുത്തടുത്ത ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഓരോ സ്റ്റാർസ് ഉണ്ട് പപ്പടത്തില്. അത് ഇടുക്കി സ്റ്റാർ, ഇത് സെർവൻ സ്റ്റാർ, ഇത് ക്ലീനിങ് സ്റ്റാർ, അത് സോൾവിങ് സ്റ്റാർ. ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ പോലത്തെ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് അവരൊക്കെ ഭയങ്കര ഫേവറേറ്റ്സും ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്, ഫീൽ ഗുഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഈ ഫീൽ ഗുഡ് ഫീൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ ഫുള്ളിങ്ങനെ ഒരു ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ തരുന്ന ഒരു ടീം, അവരാണ് ഇന്ന് എൻ്റെ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ടീം പപ്പടം. വെൽക്കം ടു ദ ഷോ. എന്തുണ്ട് വിശേഷം? സുഖം. നിങ്ങളുടെ ടീം ഹെഡ് ആരാ? നിങ്ങൾ രണ്ടുപേരുമാണ് ടീം ഹെഡ്. ഈ പേരെങ്ങനെയാ വന്നേ പപ്പടം? പപ്പടം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളോട് വേറെ ആളും ഉണ്ടായിരുന്നു, ഉണ്ണീന്ന് പറയും. അതിപ്പോ ദുബായിലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുറെ പേരുകൾ തന്നെ ആലോചിച്ചു. അപ്പൊ നമ്മൾ എന്റെ ടീം മെമ്പേഴ്സിനോട് എല്ലാവരും പറഞ്ഞപ്പോ എല്ലാരും കൂടെ കുറെ പേരുകൾ ആലോചിച്ചു. ഇഞ്ചി, നാടൻ പേരാണ് ഞങ്ങള് നോക്കിയിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മുടെ ഉണ്ണി തന്നെയാണ് പപ്പടം എന്നുള്ള പേരും പിന്നെ വേറെ കുറെ പേരുകൾ സജസ്റ്റ് ചെയ്തു. മഞ്ചാടിക്കുരു, അങ്ങനെ കുറെ പേരുകൾ സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് എല്ലാവരും നോക്കുമ്പോ എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പപ്പടം എന്നുള്ള പേരായിരുന്നു. അങ്ങനെ അതങ്ങ് പപ്പടം. ഓക്കെ. അല്ല, നമ്മളിങ്ങനെ പൊതുവെ ഇടുന്ന കണ്ടന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പേരൊക്കെ ഇങ്ങനെ കാണാറുണ്ടല്ലോ. അപ്പൊ ഒരു ഹാഷ്ടാഗ് ഉണ്ട്, എന്നാ അറിയോ? എന്നാ പിന്നെ കാച്ചിയാലോ. ഓക്കെ. അപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊരു പേരിട്ടതാണ്. ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. നിങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും സ്ഥലം, എന്താണ് ചെയ്യുന്നത്, ശരിക്കും ഇത് തന്നെയാണോ ജോലി, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സൈഡിൽ നിന്ന് കൂട്ടത്തിലെ സെലിബ്രിറ്റി എന്ന് പറയാം. എൻ്റെ പേര് ആതിര. ഞാൻ കുമളിയിലാണ് എൻ്റെ സ്വദേശം. കുമളി. കുമളി, ഇടുക്കി കുമളി. പിന്നെ ഞാൻ ഇപ്പം ജോലിക്ക് പോകുന്നില്ല. ഇപ്പം അത്യാവശ്യം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. നമ്മുടെ ഇവിടെ ഒരാളല്ലേ ഇടുക്കി കുമളി ഇരിക്കുന്നത്? ക്യാമറ അടുത്താണ്. എന്റെ പേര് ഹരീഷ് എന്നാണ്. കോട്ടയത്ത് കൊടുങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും കൊടുങ്ങൂരാണ്. കൊടുങ്ങൂരാണ് നമ്മുടെ പപ്പടത്തിന്റെ ബേസും കൊടുങ്ങൂർ തന്നെയാണ്. ഞാൻ ബേസിക്കലി ഒരു വീഡിയോ എഡിറ്ററാണ്. പിന്നെ ക്യാമറയും ചെയ്യും. പപ്പടത്തിന്റെ ക്യാമറയും എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. എന്റെ പേര് ദിവ്യ. ഞാനും കോട്ടയം തന്നെയാണ്. എല്ലാരും അടുത്തടുത്താണ്. പക്ഷെ ഇപ്പം വർക്ക് ചെയ്യുന്ന എറണാകുളം ആയതുകൊണ്ട് ഒരു 6-7 കൊല്ലമായിട്ട് ഞാനിപ്പം ഇവിടെ എറണാകുളം തന്നെയാണ്. കൊച്ചി തന്നെയാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ പോത്തീസിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. കുറെ ടീം ഇവിടെ തന്നെയാണ്. ഓക്കെ. ബിസാൽ. ഞാൻ കോട്ടയം കൊടുങ്ങൂരാണ്. പപ്പടത്തിന് ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ കൊടുങ്ങൂരാണ്. ഞാൻ ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യായിരുന്നു. പിന്നെ ഈ അഭിനയമാണ് പ്രധാന ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഹരീഷും കൂടെ പപ്പടം എന്ന് പറഞ്ഞൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഞാനിപ്പോ താമസിക്കുന്നത് വൈക്കം ചെമ്പില. എന്റെ വീട് ഇവിടെ കൊടുങ്ങൂർ തന്നെയായിരുന്നു. കല്യാണം കഴിച്ചേക്കുന്നതാണ് വൈക്കത്ത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ പപ്പടം ചെയ്തു. ഓക്കെ. എൻ്റെ പേര് സതീഷ്.
ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഞാനും കൊടുങ്ങൂരാണ് താമസം. ഞാനൊരു കോൺട്രാക്ടറാണ്, ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നു. അതിന്റെ കൂടെ ഇതും ചെയ്യും. ഇതിൻ്റെ കൂടെ ഇതും ചെയ്യും. കോട്ടയത്തെ എണ്ണം പറഞ്ഞ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ കോട്ടയത്തെ ഒരു മെയിൻ പഴയുള്ള സാധനം ഇട്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഒരു കോട്ടയം സ്ലാങ് ഇല്ലല്ലോ, ഭയങ്കര ഒരു ടച്ച് ഫീൽ ചെയ്തില്ല. ഇപ്പൊ കുറച്ചു നേരത്തേക്ക് നമ്മളൊന്ന് മാറ്റി പിടിച്ചതായിരുന്നു. മാറി എല്ലാവരും മാറിയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കോണ്ടന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന ആരാ? ഭയങ്കര ഡിഫറെന്റ് ഐറ്റംസ് ഒക്കെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അത്രയും ബുദ്ധി ഇവിടെ ആർക്കാ ഉള്ള കൂട്ടത്തില്? ആരുടെ വകയാണ്? ഞാൻ തന്നെയാണ്. കോണ്ടന്റ് ഞാൻ തന്നെയാണ്. അത് എക്സൈറ്റ്മെന്റ് അതല്ല, ആളുകളെല്ലാം ഇങ്ങനെ ഈ അടിപൊളിയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ കോണ്ടന്റ് എഴുതും. നിങ്ങൾ എഴുതിയിട്ട് ഞാൻ തന്നെയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എഴുതും. കൂടുതൽ ഒരുപാട് ത്രെഡുകൾ തരുന്നതിൽ കുറെ എല്ലാവരും സതീഷ് ചേട്ടൻ ത്രെഡുകൾ തരും, അനു ത്രെഡുകൾ തരും, ദിവ്യ ത്രെഡുകൾ തരും. അപ്പൊ ഞാൻ അത് സ്ക്രിപ്റ്റഡ് ആക്കുന്നത് അല്ല, മുപ്പര് വേറെ ഞാൻ ഇത് ഓരോ സ്റ്റാറുകളുണ്ടാവും. ഞാൻ പറയാം അപ്പൊ ഞങ്ങള് ഒരു കെട്ടിക്കഴിഞ്ഞാൽ ആയിരുന്നു സ്ക്രിപ്റ്റ് എഴുതി അത് ഒരു ലൈവ് ആക്കി ഞാനാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം അത് റെഡി ആയി കഴിഞ്ഞാൽ ഹരീഷിനോട് പറയും. ഹരീഷ് ഞാനും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും അയക്കും. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും കോമൺ ആയിട്ട് ഇരുന്ന് ഞങ്ങളെല്ലാം ഈ എറണാകുളത്തും വൈക്കത്തും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ കൊടുങ്ങൂര് തന്നെ എപ്പോഴും പപ്പടം ബേസിൽ ഇങ്ങനെ എപ്പോഴും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ അന്നേരം അങ്ങ് പൊട്ടിക്കും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് തമാശ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് ഇത് ഞങ്ങളിങ്ങനെ അതിലാണ് സാധനം കിടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ അത് നമ്മളെല്ലാം എന്ത് നല്ല കഥ അതൊക്കെ ഇങ്ങനെ ഫീൽ ഗുഡ് ആയിട്ട് വരുമ്പോ ആ വന്ന് കണ്ണീര് തിരിച്ചു നേരെ തിരിച്ചിട്ടേക്ക്. അതെന്തോ ഞാൻ പണ്ടുതൊട്ടേ എന്ത് ചെയ്യുമ്പോഴും തലതിരിഞ്ഞു പോകുന്ന പക്ഷെ അതിപ്പോ ഒരു മാർക്കറ്റായി. എല്ലാത്തിലും എനിക്കൊരു കുരുട്ട് ബുദ്ധി ഉണ്ടെന്ന്. ബുദ്ധിയുടെ അറിവിന്റെ മെയിൻ എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ പുറത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ ചെറിയ ത്രെഡുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. തരും. അപ്പൊ പിന്നെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുമാതിരി ഇവിടെ കാറ വന്നില്ലേ, ഒരു 3 സാധനം നമുക്ക് കിട്ടിയിട്ടില്ലേ ആരെ ഭയങ്കര ടോക്കറ്റീവ് ആരെ കൂട്ടത്തി ഭയങ്കര സംസാരിക്കുന്നത്? അതിൽ നമുക്ക് അഭിമാനിക്കാം. ഒറ്റ ഓർമ്മ മോശമില്ല, ഒരു സമാധാനം തരത്തില്ല. സമാധാനം തരത്തില്ല. വണ്ടിയിൽ ഞങ്ങൾ ചൂടുവെള്ളം ഇടയ്ക്ക് വാങ്ങും. എന്നുവെച്ചാൽ അത് വായിൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് സാന്ദ്രത വെള്ളം കുടിക്കാൻ പോകുന്നതാണ്. അയ്യോ, എന്നെ പേര് നിങ്ങൾ കേൾക്കുന്നില്ലേ? ക്യാമറ ടീം എന്നെ വിളിക്കുന്ന പേര് കേട്ടോ, ഞെട്ടിപ്പോയത്. അല്ല അതാണ്, അതുകൊണ്ടല്ല കേട്ടോ. ഈ പേര് സ്കൂളിലെ മാറിയ പേരാ. ഇത് എങ്ങനെ ട്രൂ കോളറിൽ ഇത് കയറി വന്നെന്ന് എനിക്ക് അറിഞ്ഞു. അങ്ങനല്ല, ഇനിയിപ്പോ അങ്ങനെ അല്ല. ചേച്ചി പറഞ്ഞത് ആ പേര് എന്നോട് പറഞ്ഞു, സാന്ദ്ര എന്നുള്ള പേര് അറിയാം. ആർക്കും അറിയത്തില്ല. സ്കൂളിൽ ചേർന്നപ്പോഴേ അത് കിങ്ങിണിയായി. എങ്ങനെ ട്രൂ കോളറിൽ വന്നതാണ് എനിക്കറിയാം. ഞാനിങ്ങനെ എന്റെ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂവിന് ഫസ്റ്റ് വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ചേട്ടൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മിണ്ടിക്കഴിഞ്ഞ് രണ്ടാമത് ഏതെന്തോ ടൈം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് ഹലോ പറഞ്ഞു സാന്ദ്ര. ഞാൻ മാറിപ്പോയ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആലോചിക്കും ഇത് എന്നോട് തന്നെയാണോ, ഇത് ആരോടാ? അത് ഞാൻ അടുത്തോട്ട് വിളിച്ചു, ഹലോ സാന്ദ്ര അല്ലേ? എനിക്ക് കത്തുന്നില്ല ആരോടാ ചോദിക്കുന്നത്. ട്രൂ കോളർ എനിക്കും അറിയത്തില്ല. എനിക്ക് അപ്പൊ തോന്നി ട്രൂ കോളർ ആയിരിക്കും. എങ്ങനെ അതിനകത്ത് വന്നെന്ന് എനിക്ക് അറിയാൻ വയ്യാത്ത വല്ല മെയിലോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം എനിക്കറിയത്തില്ല എന്റെ പേര് ഇതാന്ന്. ഞാനപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ താക്കോലിപ്പൊക്കെ ഇങ്ങനെ മാറ്റണ്ട നമുക്ക് അവിടെ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ പപ്പടം ടീമിന്റെ. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്താറുണ്ടോ? ഫുൾ ഡയലോഗ്സ് എല്ലാം എഴുതി അങ്ങനെ തന്നെ? ഫസ്റ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയില്ല. അപ്പൊ ആദ്യം ഒന്നാമത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഞങ്ങൾ ആദ്യം സ്കൂളിൽ അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് പറഞ്ഞ കഥ. ഞാൻ സജഷൻ ആദ്യത്തിൽ അഭിനയിച്ച് ഇവൻ ക്യാമറ ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ അന്നേരം ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചു നേരം ഷൂട്ട് ചെയ്തതിന് മനസ്സിലായി സംഭവം നീങ്ങത്തില്ല എന്ന്. പിന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ പോസിറ്റീവായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞൊരു പാഷൻ ഉള്ളതുകൊണ്ട് ഞാൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഷൂട്ടിങ്ങിന്റെ പ്രൊഡക്ഷൻ ലൈൻ എങ്ങനെയാണോ പോകുന്നത് അതേ ഓർഡറിലും സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ക്രിപ്റ്റ് എഴുതും. തലേദിവസം ആര് വരുന്നു അവരെ എല്ലാം വിളിക്കും. രാവിലെ 5 മണി തലേദിവസം 5 മണിക്ക് മുമ്പ് തന്നെ വിളിച്ച് കോസ്റ്റ്യൂം പറയും. രാവിലെ ഇത്ര മണിയാണെങ്കിൽ ഒരു കോൾ വേക്കപ്പ് കോൾ പോലെ വിളിക്കും, എപ്പോൾ എത്തുമെന്ന് ചോദിക്കും. പിന്നെ അതെല്ലാം ഓൾമോസ്റ്റ് പിന്നെ ഏത് ഷൂട്ടിന് പറ്റുന്ന പോലത്തെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ട. എന്നാലും ഒരു പ്രൊഡക്ഷൻ ലൈനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. അത് കൊള്ളാട്ടോ, അടിപൊളിയാണ്. ചില നമ്മളിങ്ങനെ ഞാൻ കുറെ പേര് ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മൾ സ്പോട്ടിൽ അങ്ങ് പോകത്തേ ഉള്ളൂ. ഫസ്റ്റ് വന്ന് കേറിയ ടൈമിൽ സ്ക്രിപ്റ്റ് ഉണ്ടായില്ല. എനിക്ക് ഡയലോഗ് ഇതാ മോളെ, അടുത്ത ഡയലോഗ് ഇതാണ് അടുത്തെന്ന് പറഞ്ഞത്. ഇപ്പൊ ചെല്ലുമ്പോൾ
ഇതാ സ്ക്രിപ്റ്റ് ഓക്കെ അപ്പൊ ഓക്കെ ഓക്കെ അല്ല പിന്നെ വേറെ കാര്യമുണ്ട്, ഈ യാതൊരു കോംപ്രമൈസും ഇല്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും അടിച്ച് താഴെ ഇട്ടിട്ട് ഒരു തരത്തിലും സംഭവിക്കില്ല. ആ ഞാൻ രീതികൾ കണ്ടു ഒരു രക്ഷയും. എന്നാലും കുറച്ചും കൂടെ നിനക്ക് പറ്റുമെന്ന് ആ ചെയ്തോ. അത് നിങ്ങളുടെ ഉള്ളൂ. ദിവ്യ അത് നിങ്ങളോടൊക്കെ ഉള്ളൂ, ഞങ്ങളൊക്കെ ഉണ്ടോ മെഴുകും. ഫസ്റ്റ് തന്നെ പറയും കൊള്ളത്തില്ലെന്ന് പറയും. കിട്ടാൻ ചോക്കണം പറയും. നിങ്ങളോട് പറയാൻ അതൊരു മടി കാരണമായിരിക്കും. അടിപൊളി. മടിയതല്ല. ചിരി വരും. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ദേഷ്യപ്പെട്ട എന്തെങ്കിലും സാധനമായിരിക്കും. ഇതൊന്നും കേട്ടില്ലേ? കേൾക്കുന്നുണ്ടോ? ഡബിന് വരൂ. ചിരി വരും. കുറെ നേരം ചിരി മോനെ പറ്റി നിർത്തി ഒന്ന് ചിങ്ങനെ കാണിച്ചിട്ട് തുടങ്ങും. ഇപ്പൊ ഓക്കെ. ഞാൻ ഈ കിട്ടിയില്ലെങ്കിൽ പിന്നെ ചേട്ടൻ എടുത്ത് പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ പിന്നെ പുതിയ വരുന്നിടത്ത് ഇവളുമാർ ഷോ ഉണ്ട്. രണ്ടുമാണ് മെയിൻ പപ്പടത്തിൽ വരുന്നത്. അപ്പം പുതിയതായിട്ടൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ വന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് കൊടുക്കും. ഇവളുമാര് വന്നിട്ട് ഇവിടെ ആദ്യം പേടിച്ച് മെഴുകിയ പിള്ളേരാ. ഇവളുമാര് അവർ മുമ്പ് വെച്ച് സ്ക്രിപ്റ്റ് എടുത്തത് ചേട്ടാ എന്റെ ഷോട്ട് അല്ലേ ഓക്കെ ഓക്കെ ഇന്ന് സ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഒരു ഇംപ്രവൈസിങ് പുതിയതായിട്ട് വന്നവർ ഇങ്ങനെ അയ്യോ എന്നോട് പറയാം മറ്റേ കുടുംബകലയ്ക്ക് കുറിപ്പിനകത്ത് വരുത്തി വന്നിട്ട് ചേട്ടാ അവിടുന്ന് ഷോട്ട് നോക്കണം ആ നിങ്ങൾ നോക്കൂ. എന്നോട് ചോദിച്ചു ആ സജഷൻ ചോദിച്ചു അടുത്ത POV വെച്ച പോലെ പുള്ളിപ്പോ നമ്മളവിടെ ലീഡ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. ഓക്കെ കൊള്ളാം. ഇതിനകത്ത് ഏറ്റവും നമ്മൾ തെറ്റിക്കുന്ന ആരാ? കൊറേ ടേക്ക് എടുക്കുന്നത് ഇവൻ അഭിനയിച്ചെന്ന് അതിനകത്ത് എന്നാന്നറിയാം ഞങ്ങൾക്ക് ദേഷ്യം വരാൻ കാര്യം ഇവൻ ക്യാമറ ചെയ്യുന്നു എഡിറ്റ് ഇവനാണ്. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാരും ചീത്ത വിളിക്കും. ഒരു ഇംപ്രൈസ് നന്നാകാൻ വേണ്ടിയാ ഞാൻ ചെയ്ത ഞാൻ ഇവരെ ദേഷ്യപ്പെടുമെന്ന് ഇവരെല്ലാം പറയും. ഇവൻ എന്നെ തന്നെ പിന്നെ ചെയ്യും. അതായത് ഇവൻ ആ ദേഷ്യം തീരുന്നത്രയും എന്നെ കൊണ്ട് പിന്നെ പിന്നെ ചെയ്യിപ്പിക്കും. എത്ര ടേക്ക് ഒക്കെ പോവാറുണ്ട്? ടേക്ക് കുറവാ. നോക്കട്ടെ ഞാനൊന്ന്. ചില സാധനങ്ങൾ കാരണം നമ്മളിത് ഒരു ഫീൽ ഗുഡ് ഐറ്റം ഒക്കെ ആവുമ്പം ആളുകൾക്ക് മാക്സിമം ഇഷ്ടം തോന്നാൻ വേണ്ടി അപ്പൊ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും എടാ അവിടെ ആ ഒരു മൂഡ് വന്നാലേ ആളുകൾ കണ്ടിരിക്കണമല്ലോ. അപ്പൊ അതിനൊരു മൂഡ് കറക്റ്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ചെയ്യിപ്പിക്കും. കവള് പറിച്ചിട്ടില്ല നിന്റെ പിരികെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒന്നും സംഭവിക്കൂല. എല്ലാം പ്രശ്നമാണ്. കറക്റ്റ് ഏത് ലെവലിൽ കറക്റ്റ് കിട്ടുന്നോ അത് പറ്റത്തുള്ളൂ. പെട്ടെന്ന് ദേഷ്യം വരുമോ? തെറ്റിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് BTS-ഉം വീഡിയോയും പ്രിപ്പയർ ചെയ്യണമല്ലോ. അതാണ് എനിക്ക് അടുത്തത്. BTS കാണുമ്പോഴത്തേക്ക് ഇതിന്റെ ലീഡർഷിപ്പ് മാൻ ആണല്ലോ കൂടുതൽ അവിടെ കിടന്ന് ഒരു ഭയങ്കര ഒരു കൊച്ചുകുട്ടിയെ പോലെ കിടന്നെല്ലാം കാണിക്കുന്നത് കാണുന്നത്. BTS നോക്കുമ്പോ കൂടുതലും അല്ല ഞാൻ ചൂടാന്ന് പറഞ്ഞങ്ങനെ ഇതാന്നല്ല അത് പറഞ്ഞ ഇനി അതുകൊണ്ടാണ് ഇവളുമാർ ചില സമയത്ത് ലൂസാന്ന് എനിക്ക് ഡൗട്ട്. BTS ആകുമ്പോഴത്തേക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വഴക്കാളി കുരുത്തക്കേട് ചേട്ടനൊന്നും ഫീൽ ചെയ്യും. എല്ലാം നമ്മുടെ ആള് തന്നെ. പിന്നെ ഈ ഷോട്ടില് അടിപൊളിയാകാൻ വേണ്ടി ഉള്ളൂ. പിന്നെയും ചെയ്യും. പിന്നെ ഇവനുണ്ടല്ലോ പറയാം അതിന്റെ റിലാക്സ് ഭയങ്കരമാണ്. അങ്ങനെയാണ് BTS-ലാണെന്ന് അങ്ങനെയാണ് നമ്മൾ ശരിക്കും അങ്ങനെയാ. പപ്പടത്തിന്റെ കട്ടപ്പയാട്ടോ അത് കഷ്ടപ്പെട്ട് പറയുന്ന കുത്തുവല്ല കേട്ടോ, പറയുന്ന കുത്തുവല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എല്ലാരും കൂടെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോ എന്തോ ഒരു വിഷമം വരുന്നുണ്ടല്ലേ? ഇങ്ങേറ്റത്തിരിക്കുന്ന ആള് മിണ്ടുന്നേ ഇല്ല. എല്ലാം അത് കാരണം എന്താ, ഞാൻ എന്റെ ആദ്യത്തെ ഒരു പെർഫോമൻസ് ചന്തുവിൽ വന്നേക്കുന്നത് പപ്പടത്തില് ആദ്യമായിട്ടാണ് ഞാൻ. ഇനി എനിക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അറിയാം. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പപ്പടത്തിനെ കുറിച്ച് പറയാനില്ല. അത് ആദ്യം തൊട്ടേ ഉള്ളത് ഇവരാണ്. വേറെ എന്തും ഇവിടെ എന്റെ ഇപ്പുറത്തിരുന്ന് കാണുന്ന ഒരാളെ പോലെയാണ് അവിടെ ഇങ്ങനെ എല്ലാം കണ്ടോണ്ടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുക. ഞാൻ എനിക്ക് ആദ്യം ഫീല് തോന്നിയതേ ഇല്ല അവിടെ ചെന്നപ്പോ. ചേച്ചി ഓടി വന്നിട്ട് ഫസ്റ്റ് വന്നപ്പോൾ ചേച്ചി മിണ്ടി. ആ ഒരു ഒറ്റ ദിവസം ചേച്ചി എനിക്ക് പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര കൂട്ടായിരുന്നു. കമ്പനിയായി. ചേച്ചി എങ്ങനെ ഇതിലേക്ക് വന്നത്? എങ്ങനെയാ പപ്പടത്തിലേക്കോ? ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു ഇൻസ്റ്റയിലൊക്കെ. നിങ്ങളല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വന്നതാ. വീഡിയോസ് കണ്ടു, അപ്പൊ ഒരു മെസ്സേജ് അയച്ചു. ഓക്കെ, നിങ്ങൾ എല്ലാരും കണക്ട് ചെയ്ത് നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നോ? പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങളെല്ലാം ജനിച്ചു വളർന്ന അടുത്തടുത്ത എല്ലാം തൊട്ടടുത്തുള്ള ആളുകൾ. ഞങ്ങൾക്ക് എല്ലാം അറിയാം.
ഇന്നലെ ആണെങ്കിൽ രാത്രി ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ഒന്നും പറയാണ്ട് ഞാൻ വൈകിട്ട് നമുക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. രാത്രി കൊച്ചിരി താമസമുണ്ട് കേട്ടോ മോളെ, വിളിക്കുമ്പോ കുറച്ച് ലേറ്റ് ആവുന്നു. നോക്കിയപ്പം ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടി പോയി ബ്യൂട്ടി ഹരീഷ് ഫേഷ്യൽ ചെയ്തു ഡീറ്റെയിൽ. ഞങ്ങൾ ആരൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതുപോലെ വന്നിട്ട് ഇവള് കൊണ്ടുവന്ന ഏതൊരു സാധനം വാങ്ങിച്ച് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും മുഖത്ത് വെച്ചു. അതും സൈസായിട്ട് ഞങ്ങൾക്ക് മുഖത്ത് വെച്ചു തന്നു അല്ലേ. അത് സൈസായിട്ട് ഞങ്ങളെല്ലാം മുഖത്ത് വെച്ചെന്ന് സൈസായിട്ടും തേച്ചു. ഞങ്ങൾ ഇത്രയും പേര്, ഇവ മാത്രം പോയി ഫേഷ്യൽ ചെയ്യുന്നു. ഈ ഇദ്ദേഹം ഫേഷ്യൽ ചെയ്യാൻ പോയിരുന്ന ഷോപ്പില് പുള്ളി മുടിയാൻ കരുതുന്ന നമുക്ക് മരുന്ന് കിടക്കുന്നത്. എന്നിട്ടേ തിരിച്ചിറങ്ങാൻ പറയാ, രാവിലെ പോകുമ്പോ അതുവഴി ഒന്ന് പോകാൻ പറ്റും. എന്തിനാ അവൻ എനിക്ക് എന്നാ ഇത് മേക്കപ്പ് കൂടെ ചെറിയ ഇവിടെ എന്തോ ഇത്രയൊക്കെ വലിയ സംഭവമായിരുന്നു. ഭയങ്കര ഗ്ലാമറായി, നല്ല രസമുണ്ട് കാണാൻ. അല്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നും ഇവിടെ നമുക്ക് റോള് ചെയ്യാതെ പോകാറില്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. ഹരീഷ് നല്ല എഡിറ്ററാണ് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഇതാണ് നമുക്ക് എടുക്കാതിരിക്കാം. അതെടുക്കായിരുന്നു, ആള് മനോരമയിലായിരുന്നു. അങ്ങനെ ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പിന്നെ വേറെ കമ്പനി വർക്ക് ചെയ്യുന്നില്ല, കൊച്ചി തന്നെ സൈനസ് സോഫ്റ്റ് എന്ന് പറഞ്ഞ IT ഫേമിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതും കൂടെ ഇതൊക്കെ വേണേ കളഞ്ഞേക്ക്. നിങ്ങളിപ്പോ എല്ലാവർക്കും ഈ അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ അടുത്തുള്ളവരാന്നൊക്കെ പറഞ്ഞു, ഈ എല്ലാവർക്കും അഭിനയം ഭയങ്കര ഇഷ്ടമാന്നുള്ളത് എങ്ങനെ തിരിച്ചറിഞ്ഞേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബേസിക്കലി ഇവന് ചെറുപ്പം തൊട്ടേ സിനിമ ഒരു പാഷാണ്. കാര്യം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന അവർക്കൊന്നും സ്കൂളിൽ ടീച്ചർമാർ ചോദിക്കുന്നത് നമുക്ക് എന്താകാൻ ആഗ്രഹമാണ്. ആ സമയം തൊട്ടേ ഇവൻ പറയാതെ എനിക്ക് ആക്ടർ ആണെന്ന് ഇത് പറയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചിരുന്നാണ്. ഒരു ബെഞ്ചിൽ അടുത്തടുത്ത് ചാലി ചാലി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് പല വഴിക്ക് പിരിഞ്ഞു. പക്ഷെ ഞങ്ങളുടെ വീട് അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ആ പാഷൻ കണ്ടിന്യൂ ചെയ്തു. ഇവൻ ആക്ടിങ് പഠിക്കാനായിട്ടൊക്കെ പോയി. അങ്ങനെ വന്നിട്ടാണ് അവസാനം പിന്നെ അത് ഞാനൊരു മൂവിയുടെ ഒരു ഇത് പപ്പടത്തിൻ്റെ ഒരു കഥ ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. മൂവിയുടെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന അവിടെ വെച്ച് ഞങ്ങൾ ചെറിയൊരു റീൽ കൂട്ടുകാരോട് ചുമ്മാ ഷൂട്ട് ചെയ്യുന്നു. ഇതെവിടെ എഡിറ്റ് ചെയ്യുന്നു ഞങ്ങൾ ആദ്യം കൺഫ്യൂസ്ഡ് ആവുന്നു. ഇവനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ ഇതൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇവൻ എഡിറ്റ് ചെയ്യുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ റീൽ അടിപൊളി. അപ്പോൾ ഓർത്തെന്നാൽ പിന്നെ ഞാൻ ഇവനോട് തീരുമാനിച്ചാൽ നമുക്കെന്നാൽ പയ്യെ റീൽസ് അങ്ങ് തുടങ്ങിയാൽ. അപ്പോൾ എൻ്റെ അഭിനയത്തിൻ്റെ ആഗ്രഹം നടക്കും. നിനക്ക് ടെക്നിക്കലി അറിയാവുന്നു. അപ്പം എനിക്ക് എഴുത്തും ഡയറക്ഷനും അഭിനയമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ള ക്യാമറ എഡിറ്റ് മെയിൻ അത് രണ്ടും ഇവനും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പപ്പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു മെസ്സേജ് വന്നു, ചേട്ടാ എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു റോള് കൊടുക്കുമോ? അനുവിന്റെ മെസ്സേജ് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല, വേണം നീങ്ങ് പോരാ. കാരണം ഞങ്ങളൊരു ആദ്യം ഒരു നായിക ഉണ്ടായിരുന്നു. ആ നായിക പോയിട്ട് അടുത്ത നായിക തപ്പിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്നായി ഇങ്ങനെ കുഴപ്പമില്ലാതെ കുറച്ച് എപ്പിസോഡ് മുമ്പോട്ട് പോകുമ്പോൾ ഉത്സവത്തിന് വേറൊരുത്തിയെ കാണുന്നു. അതെ, എന്റെ ചെറുതിലോട്ടുണ്ടല്ലോ എനിക്ക് എന്റെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പം ഈ ഔട്ടില് മൂവിയിലൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് പരിചയമുള്ള ആകെ ഒരു ആള് വിശാലേട്ടനാണ്. ആ ഒരു ഏരിയ നമുക്ക് വേറെ ആരും അറിയത്തില്ല. എനിക്ക് പണ്ടോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആക്ടിങ്. എനിക്ക് ഭയങ്കര നമുക്ക് ഈ സിനിമ അത് ഇത് എന്നെ മുഴക്കണമെന്ന് പറയും, സിനിമാ ലോകത്ത് ജീവിക്കാതെ വെളിയിലോട്ട് വരാൻ പറയും. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ വിശാലേട്ടനെ ഉള്ളു മൂവിയില്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് മൂവിയിൽ എല്ലാരും പറഞ്ഞ കേട്ട ഇങ്ങനെ വിശാലേട്ടൻ മൂവിയിൽ പോയി. പിന്നെ കുഞ്ഞിലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് കാണുന്നില്ല, ഇച്ചിരി ലോങ്ങിലാണ്. ഇപ്പൊ ഇടയ്ക്ക് എല്ലാ കൊല്ലവും നമ്മുടെ അവിടെ ഉത്സവത്തിന് മാത്രമേ കാണുള്ളൂ. അപ്പൊ ചേട്ടൻ ഓടിയോ മൂവിയിലൊക്കെ അല്ലേ ഓടി പോയിട്ട് നമ്മൾ കാണും സംസാരിക്കും. അപ്പം ഒരു ദിവസം കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 22-ാം തീയതി ഇതുപോലെ ഉത്സവത്തിന് ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇതുപോലെ വിശാലേട്ടൻ ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു വിശാലേട്ടൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് ഈ പപ്പട ചാനല് യൂട്യൂബിലോട്ട് പറഞ്ഞ് ഞാൻ ഇരുന്ന് കാണുക. അപ്പൊ ഞാൻ ചേട്ടനെ കണ്ട് പൊടിച്ചോണ്ട് ചെയ്യുന്നുണ്ടല്ലേ, എന്നെ കൂടെ വിളിക്കാവോ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു നീ ശരി വൈകിട്ട് വാ. ഹരീഷേട്ടൻ അന്ന് എനിക്ക് വലിയ പരിചയമില്ല ആ ടൈമില്. അപ്പൊ ശരി നീ വാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഹരീഷനെ കാണിക്കാന്ന് പറഞ്ഞ് അന്ന് ഞാൻ ചോദിച്ചത് അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു സൺഡേ, അത് വെള്ളിയാഴ്ച ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, സൺഡേ ഒരു ഷൂട്ടുണ്ട് നീ പോരാൻ പറഞ്ഞു. ഞാൻ രാവിലെ എല്ലാം പറയും കെട്ടിക്കോ. ഒരേ ഇത് വെച്ച് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. മീൻസ് ഈ കണ്ടന്റ് ഫ്രഷ് ആയിട്ടിരിക്കുന്നതിനകത്തും ഈ ആളുകൾ മാറി മാറി വരുന്നതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. കണ്ടൊരു മൂഡ് വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ആളുകൾ ഇങ്ങനെ സിനിമയിൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും?
സിനിമ സീരിയൽ? ഇല്ല. പക്ഷെ ഭയങ്കര ഫെമിലിയർ ഫേസാ. അതായത് ഈ റീൽസ് തന്നെ കണ്ട് ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എവിടെയോ കണ്ടിട്ടുള്ളതാണല്ലോ, നമുക്ക് എവിടെയോ കണ്ട സീരിയലിലോ സിനിമയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു ഫെമിലിയർ ആ ഒരു തോന്നുന്നുണ്ട്. ചന്തു കണ്ടപ്പോഴാണോ തോന്നിയത്? ആ ചന്ത് കണ്ടപ്പോഴും തോന്നിയായിരുന്നു. കാര്യം അതിന് മുമ്പ് കപ്പിൾ ഗോൾസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കിയതായിരുന്നു അതിന്റെ ഞങ്ങളുടെ ഹിറ്റ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മൊത്തം കൂടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 എണ്ണത്തിൽ കൂടെ പലപ്പോഴായിട്ട് ഒരു 10-25-30 മില്യൺ വ്യൂസ് പോയി. ഞാൻ എനിക്ക് ഫസ്റ്റ് ആ കപ്പിൾ ഗോൾ അത് കണ്ടിട്ടുണ്ട്. അത് ആദ്യം ഞാൻ കണ്ടത്. എന്നിട്ട് ഇപ്പൊ ചന്തു കണ്ടപ്പോഴാ എടാ ഇവർ ഈ ടീം ഈ ഒരു കോൺസെപ്റ്റ് വന്ന അപ്പോഴാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഫസ്റ്റ് അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നിയത് കണ്ടപ്പോഴും. അത് ഇതിൽ കണ്ടപ്പോഴും എനിക്ക് എവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു സാധനം അടിച്ചായിരുന്നു ചോദിക്കാൻ. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് സാറിന് എനിക്കിങ്ങനെ എല്ലാവർക്കും അറിയത്തില്ലേ, ഞാൻ നൈറ്റ് ഇട്ടാലേ എന്നെ മനസ്സിലാവും. അതാ ഞാൻ മുമ്പ് ഞാൻ ഓരോ സ്റ്റാർസ് ഉണ്ട് പപ്പടത്തില്. അത് ഇടുക്കി സ്റ്റാർ, ഇത് സെർവൻ സ്റ്റാർ, സെർവൻസിന് ഇത് ക്ലീനിങ് സ്റ്റാർ. അതിനുള്ള 7 വീഡിയോ നോക്കിയാൽ മതി. ഒന്നേ പാത്രം കഴുകാണല്ലോ, മുറ്റത്തൂപ്പാണ്, ക്ലീനിങ്. അത് സോൾവിങ് സ്റ്റാർ, അവസാനം സോൾവ് ആവുന്നിടത്താണ് പുള്ളി വരുന്നത്. പിന്നെ റണ്ണിങ് സ്റ്റാർ ഉണ്ട് JP, അവനുള്ളതിനകത്ത് മൊത്തം അവസാനം ഓട്ടം കാണും. അങ്ങനെ പല പല സ്റ്റാർസ് ഉണ്ട് ഞങ്ങൾക്ക് പപ്പടത്തിൽ. ഈ ചന്തുവിന്റെ ഇത് വന്നപ്പോ ചേട്ടൻ വിളിച്ച് ഇതുപോലെ തന്നെയാ മോനെ നൈറ്റ് വീട്ടിൽ എന്തെങ്കിലും നൈറ്റ് വല്ല എന്തെങ്കിലും. അപ്പൊ ഞാൻ നൈസായിട്ട് ചേട്ടാ വേലക്കാരുന്ന് നൈറ്റ് ഒന്നും വിടത്തില്ല ചേട്ടാ ഇപ്പം ഇപ്പൊ നൈറ്റ് ഇടുന്നു, നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞ് മാറ്റിയിട്ട് അതുകൊണ്ട് ഇപ്പൊ എന്നെ കുറച്ച് നേരൊക്കെ കണ്ടാൽ ഞാൻ പയ്യായിട്ട് തട്ടി മാറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചന്തുവിന്റെ കാര്യവും കപ്പിൾ ഗോൾസും ഒക്കെ പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഈ അവിഹിതം എങ്ങനെയാണ് ആ ഒരു സാധനത്തിലേക്ക് വരുന്നത് അതെനിക്കറിയാം. എന്തേ വൈകുന്നു ആലോചിച്ചിരിക്കുവായിരുന്നു അല്ലേ, നമ്മൾ എന്തിനാ അവിടെ പോകുന്നെന്ന് വിചാരിച്ചിട്ട് അവിഹിതത്തിലെത്തുന്ന സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഞാൻ പപ്പടത്തിലെ കാര്യം ചോദിച്ചു. ആക്ച്വലി നമ്മള് ഒരു 125ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ 14 വീഡിയോ മാത്രമേ അഭിഹിതം റിലേറ്റഡ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം നോർമൽ സാധാരണ കണ്ടന്റുകളാണ് ഉള്ളത്. എന്നിട്ടും പറയുന്നു ഭയങ്കര സങ്കടം തോന്നുവേ. നമ്മൾ കമന്റ് വായിക്കുമ്പോഴേ ഇവരുടെ ചാനലിൽ മൊത്തം അവിഹിതമുള്ള 1002 ഞാൻ കമന്റ് കൊടുക്കുമായിരുന്നു. ചേട്ടാ ഇഷ്ടം പോലെ അല്ലാത്ത കിടപ്പുണ്ട്. കാരണം നമ്മള് നാട്ടുംപുറമായി കൂടുതൽ പിടിക്കുന്നത്. കാരണം നമുക്കതൊരു രസമുള്ള ഒരു ഞങ്ങളെപ്പോഴും ഞങ്ങൾ വിചാരിക്കും കണ്ടിട്ട് ആരും ടെൻഷൻ ആയിരുന്നു. ചുമ്മാ ഒരു 1.5 മിനിറ്റ് കണ്ട് ഒന്ന് ചിരിക്കുന്ന പോലെ വന്നിട്ടേ പോകാം. അതായത് റിലാക്സ്ഡ് ആകണം, അല്ലെ അത്ര ഉള്ള ബുദ്ധിയുള്ളവർ കണ്ടാൽ മതി. കുഞ്ഞു ബുദ്ധിയിലുള്ളവർക്കുള്ള കുഞ്ഞു സാധനം, അതാണ് നമ്മുടെ ഒരു മൂഡ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള നാടൻ ഞങ്ങൾക്ക് ഈ പശുത്തോട്ടം, റബ്ബർ തോട്ടം, കാപ്പിക്കുരു, റബ്ബർ ഷീറ്റ് അതും ഞങ്ങൾ അങ്ങനെ തന്നെ ഇന്റൻഷനലി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ അപ്പൊ അവരെല്ലാം ചോദിക്കും ഇത് അവിഹിതം മാത്രമേ ഉള്ളൂ. ഈ കറക്റ്റ് എണ്ണ പറഞ്ഞു 125 എണ്ണത്തിൽ 16 എണ്ണവേ അവിഹിതമുള്ളൂ. പക്ഷേ അല്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ ഈ അവിഹിതം കണ്ടന്റ് വരുന്നതിന് കുറച്ച് റീച്ച് കൂടുതൽ കിട്ടുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ അത് കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ എന്നെ ഇവിടെ ഞാനിവിടെ ഇത് കണ്ടാലേ പേരും കാണുമ്പോഴേ നെക്സ്റ്റ് അവിഹിതം ഓടി ഒരുമിച്ച് കണ്ടാ എല്ലാവരും പേര് പറഞ്ഞു കൂടുതൽ അവന്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവന്റെ പേര് അവിഹിതം സ്റ്റാർ. അല്ല ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് റെഫറൻസ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പം ഇതിലെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഈ സാധനങ്ങളാണ് കുറച്ച് അത്യാവശ്യം പെട്ടെന്ന് കമന്റ്സ് നോക്കുമ്പോഴാണെങ്കിൽ ഇല്ലെങ്കിൽ കുറെ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളതും എല്ലാം എങ്ങനെ പോയാലും റിയൽ ലൈഫ് നിങ്ങളിപ്പോ അവിഹിതമൊന്നും ചെയ്യുന്നില്ലേ, നിങ്ങൾ അങ്ങനത്തെ കണ്ടിട്ട് ചെയ്യുന്നില്ലേ ചോദിക്കും. 3-4 വീഡിയോ അല്ലാതെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊന്ന് ഡൗൺ ആയി. അപ്പൊ ഞങ്ങൾ അല്ല ശരിക്കും ഈ കാണുന്ന ഓഡിയൻസ് മറ്റേ ഇപ്പം ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റൻസ് ഒക്കെ കൊണ്ട് വരുന്നത് കൊണ്ട് ഇത് നമ്മൾ ആരും ഇത് ഭയങ്കര ഭംഗിയാക്കി പറയുമൊന്നും അല്ല. അത് കണ്ടന്റ് ആണ്, ആ ഒരു തമാശയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടാ, രസമാണ് കാണാൻ. ആ പറഞ്ഞ ഭാഗത്ത് ഒരു കാര്യം പറയാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് പറയേണ്ട കാര്യം. ഈ അവിഹിതമല്ലേ നിങ്ങൾ ഇത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ 2 കാര്യങ്ങൾ അതിനകത്ത് ഞങ്ങൾക്ക് ഒന്ന് നമ്മുടെ അവിഹിതം ഇപ്പം പൊതുവെ എല്ലാവരും ചിലർ പിള്ളേരൊക്കെ നമ്മുടെ അവിഹിതത്തിനകത്ത് ഒരിക്കലും ഒരു ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല. അങ്ങനെയുള്ള ഒരു പെരുകുട്ടിയുള്ള ഒരു കോണ്ടന്റ് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ആ ഒരു വാക്ക് മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഒരിടത്തും നമ്മളൊരു ചീത്തയുണ്ട് അനാവശ്യമായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസ് പെൺകുട്ടികളാണെങ്കിലും ഒരു എക്സ്പോസിങ് ഞങ്ങളൊന്നുമില്ല. വളരെ കാവ്യാത്മകമായി സംസാരിക്കുന്ന സംസാരത്തിൽ 1-2 വാക്ക് അത് കേട്ടിരുന്നോണം. ഒരു 2-3 വാക്കിൽ ഞങ്ങൾ അവസാനം ആകുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്യും. എന്നല്ലാതെ നമ്മളൊരു അനാവശ്യമായിട്ടുള്ള ഒരു ഇതും ഇങ്ങനെ പിള്ളേരോട് കണ്ടിരുന്ന അപ്പം മാത്രം അവസാനം മനസ്സിലാവത്തില്ല. അല്ല അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് അവിഹിതം ജീവിക്കുന്ന ആൾക്കാർ. അല്ല
അല്ല ശരിയാണ്, ഭയങ്കര അതായത് നിങ്ങളുടെ വീഡിയോ ഈ അവിഹിതം കണ്ടന്റ് കാണിക്കുന്ന വീഡിയോസ് ഒന്നുകൂടെ കാണണം. അതായത് ആദ്യം തൊട്ട് കണ്ട അവസരം ഒന്നുകൂടെ നോക്കട്ടെ, അങ്ങനെ നമുക്ക് ഒന്നുകൂടെ കാണണം. ആ കണ്ടാലാണ് നമുക്ക് ആ ഒരു സാധനം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് ഈ കാണുന്ന അല്ല കാണുന്നത്. പിന്നെ കാണുമ്പോഴാണോ ഇവർ തുടക്കം തൊട്ടേ സാധനം. അതും ഞങ്ങൾ നന്നായിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഞങ്ങളെല്ലാം 2-3 പേരിരിക്കും. ഇപ്പം അനു കറക്റ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്, ഞാൻ എരീഷ, അനു ചില സജഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്ന് എഴുതും, ടെസ്റ്റ് വരുത്തും, വീണ്ടും ഞങ്ങൾ ഇത് ഈ റിവേഴ്സിൽ എഴുതും. എന്നുവെച്ചാൽ ആദ്യം തൊട്ടേ ഇത് ഇട്ടിട്ടിട്ടിട്ട് വീണ്ടും ഇടും. അപ്പൊ ഞങ്ങളത് മനഃപൂർവ്വം തന്നെ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ കാണണം എന്ന് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം സക്സസ് ആകില്ല, എന്നാലും ഒരു പക്ഷേ ബിക്കോസ് ഞാനിപ്പോ ഇന്നലെ ഇന്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഇവർ ഏത് ടീമാണ് ചോദിച്ചപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ, പേര് ഇത്ര ഫെമിലിയർ ആയിരുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ ഓഫീസിലെ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഇതുപോലെ കണ്ടിരുന്നിട്ട് സെയിം തന്നെ ഒന്നുകൂടെ വെച്ച് വീണ്ടും ഒന്നും കൂടെ നോക്കി. അപ്പൊ ആ സാധനം അപ്പൊ എനിക്ക് കിട്ടിയ കാര്യം ഞാനും കണ്ടപ്പോ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ മെയിൻ കാര്യം നമ്മൾ പല ഇഷ്ടം പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ബേസ്ഡ് കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അതിനകത്ത് നിങ്ങളുടെ ആ കപ്പിൾ ഗോൾ ചന്തു കണ്ടപ്പോൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് അത് അങ്ങനെ ഓർത്തിരിക്കുന്നത്. അപ്പൊ കണ്ടന്റ് നല്ല രസമുണ്ട്, അങ്ങനെ തന്നെ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ അവസാനത്തെ ട്വിസ്റ്റ്, അത് ട്വിസ്റ്റിന് ഒരുപാട് സമയമൊന്നും കൊടുക്കത്തില്ല, 5 സെക്കൻഡ് തീർന്ന്. അത് പിന്നെ അതുകൊണ്ട് നമുക്ക് ആദ്യം തൊട്ടൊന്നുകൂടെ കാണേണ്ടി വരുന്നത്. അത് അടിപൊളിയാണ്, അത് അങ്ങനെ തന്നെ പോട്ടെ. നമ്മൾ എന്തായാലും ഇത്ര നേരം കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു, നമുക്കിനി ഒരു ഗെയിമിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം ഗെയിമിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ സംഭവമാണ്. ഇതിൽ കുറച്ച് വാക്കുകളാകാം, പ്രവൃത്തികളാകാം, സാധനങ്ങളാകാം, സ്ഥലങ്ങളാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം, ഒരു വാക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. ഇനി ബന്ധം നീങ്ങിരുന്നോ നിങ്ങൾ ഒരു ടീം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ടീമാണ്. ഇപ്പൊ ടീം എ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലൂസ് കൊടുക്കാം. ക്ലൂ മാത്രം, ഡയറക്റ്റ് വേർഡ് പറയരുത്. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ബന്ധമുള്ള ഡയറക്ട്ലി കണക്ട് ആവാത്ത ക്ലൂ കൊടുക്കാം. 5-6 ക്ലൂ മാക്സിമം, നമുക്കൊരു 6 വെക്കാം. 6 ക്ലൂനുള്ളവർ കണ്ടുപിടിച്ചാൽ അവർക്ക് പോയിന്റ്, ഇല്ലെങ്കിൽ ആർക്കും പോയിട്ടില്ല, അവർക്ക് പോയിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങളും സെയിം റിപ്പീറ്റ്. കണ്ടുപിടിക്കുന്നവർക്ക് പോയിന്റ്, കണ്ടുപിടിച്ചില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ കൊടുക്കും. അതുകൊണ്ട് അത് വേണ്ട, കണ്ടുപിടിച്ചാൽ പോയിന്റ്, അത്രേ ഉള്ളൂ, സിമ്പിൾ. കടയിൽ കിട്ടും. 5 ക്ലൂ മതി കേട്ടോ. കട കിട്ടും. സിമ്പിൾ. കടയിൽ കിട്ടും. ഒരു ഫുഡ് ഐറ്റം. ഇനി 2 ക്ലൂ കൂടെ വരുന്നുള്ളൂ. 2 കുറച്ച് ഇതിപ്പോ സിമ്പിൾ ആലോചിച്ചിട്ട് ഇൻഡയറക്റ്റ് ക്ലൂസ്. ഇൻഡയറക്റ്റ് മിക്ക വീട്ടിലും കാണും. വേണ്ട. തിരിച്ചു ഒന്നും കൂടെ പറ. ആദ്യം ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് ഇപ്പം എക്സാമ്പിള് ചക്കയെന്നാണെ പറയും. ഒരു ക്ലൂണും തരാം, പ്ലാവിൽ വളരുന്ന സാധനം. അത്രയും ഭയങ്കര തെറ്റിയാ പോയി. ഒറ്റ അതിനാൽ നിങ്ങളുടെ ലക്ക് ഫാക്ടർ കമ്പ്യൂട്ടർ ട്രിഗർ ദോശ. മറ്റേതങ്ങ് പറഞ്ഞാൽ നിങ്ങൾ വന്നിരിക്കുമ്പോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? തുടക്കം തന്നെ അയ്യോ എന്തായാലും ചുമ്മാ ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ട് കഴിച്ചു. രാവിലെ കഴിച്ച ദോശയാണ്, അപ്പം ദോശ. ഓക്കെ, പപ്പടം. ഓക്കെ, ഇനി ഈ കപ്പ് അങ്ങോട്ട് പാസ് ചെയ്തോ. ഇത് കുറച്ച് ഡയറക്റ്റ് ക്ലൂ ആയി പോയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇൻഡയറക്റ്റ് ക്ലൂസ്. ഇവരിങ്ങനെ ചിന്തിക്കണം, ഇവരുടെ ബുദ്ധി ഇങ്ങനെ അയ്യോ എന്ത് ചെയ്യും, അശ്വത്ഥത്തിലൊക്കെ പോയിരുന്ന പോലെ ഇരിക്കണം. ഇവിടെ 2 പോയി കൊണ്ടിട്ടാ. അടിയന്തര ഘട്ടത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്നൊരു സംഭവമാണ്. അല്ല, അടിയന്തരത്തിന് ആവശ്യം വരും. എല്ലാ ആൾക്കാർക്കും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന സാധനം. അടിയന്തര വേണ്ടേ? അടിയന്തര വേണം.
ഇത്തിരി സിമിലർ ഒരു മലയാളത്തിൽ നിന്റെ ഒരു പാണ്ഡിത്യം എനിക്കൊരു ഉള്ളത് എനിക്കറിയാം തനിക്കറിയില്ലേ ഞങ്ങൾക്കറിയാൻ വേണ്ടിട്ടോ എനിക്കറിയാവുന്ന അതൊരു ക്ലൂവാ. എനിക്ക് അറിയാം. ആ എനിക്ക് മനസ്സിലായി. ഇത് പറ്റത്തില്ല, ഇവർക്ക് തന്നെ മനസ്സിലാവാത്ത സാധനം ഞങ്ങൾക്ക് ചിന്തിക്കണോ? അതല്ല എനിക്കറിയാം. മിസാലിന്റെ എക്സ്പ്രഷൻ എനിക്ക് എല്ലാവരും കറക്കി എടുക്ക്. ഇല്ല, എനിക്ക് അറിയത്തുള്ളൂ ഈ കൂട്ടത്തിൽ. ഞങ്ങൾക്ക് ചോദിച്ചില്ല. അടുത്തുള്ളൂ. അതിനടുത്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഇതുണ്ടാവും. ഈ ഒരു ആവശ്യകത അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ മുടക്കണം. മുടക്കും. ലിസാലും ഹരീഷും ഒക്കെ മുടക്കിയിട്ടുണ്ട്. അതൊരു രൂപ. അടുത്തത് നിങ്ങളുടെ റിപ്പീറ്റ് വന്നോണ്ട് ഒരെണ്ണം ക്യാൻസൽ ചെയ്തായിരുന്നു നമ്മള്. ഞാൻ കൊടുത്തരണോ? വേണ്ട വേണ്ട പറഞ്ഞു. നിങ്ങൾ നിങ്ങളെന്നെ പറഞ്ഞോ? പൈസ മുടക്കും നമ്മള്. ആസ്വാദനം ഒരു മനുഷ്യ സാമൂഹിക അതന്നെ പറഞ്ഞോ. പറഞ്ഞോ കഴിഞ്ഞു. തെറ്റി. ഇലക്ട്രിസിറ്റി കറണ്ട് അങ്ങനത്തെ അതൊന്നും ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇൻഡയറക്ട്ലി പറയണം. അതല്ലേ ഞാൻ എനിക്കറിയാന്ന് പറഞ്ഞാൽ ഞാൻ നിസാലും നിങ്ങൾ ഈ അടുത്തടുത്ത് പൈസ മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? രണ്ടുപേരും അടുത്തടുത്തല്ല പെര വെച്ച വീട് വെച്ച കൊണ്ടുപോകും. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ക്ലൂ ബിസാലിന്റെ പറയുമ്പോഴത്തേക്ക് ചേച്ചി ഇങ്ങനെ ചെവി പറഞ്ഞപ്പോ ഞാൻ കിട്ടി അത്രയും പറയണ്ടായിരുന്നു. ഞാൻ ബ്രില്യന്റ് കിട്ടി കഴിഞ്ഞു. അടുക്കള ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല. ഇങ്ങനെ വലിയ വലിയ കാര്യത്തിലോട്ട് കടന്നു ചെല്ലണ്ട, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അടുത്ത ക്ലൂ എടുത്ത് അടുത്ത ഇതെടുത്തോ. തലമുറ പോയിക്കണല്ലോ. ആ വിരല് കൈ മറ്റേ കൈയെ കൊള്ളല്ലോ, അതും കേടാവും. ഒന്ന് പറയാം. പറ. അങ്ങനെ ഒന്ന് ബ്യൂട്ടി പാർലറായിട്ട് ബന്ധപ്പെടും, ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെടും. വിശ്വസിക്കല്ലേ? ഞാനിപ്പോ തന്നെയല്ലേ ചെയ്ത് ചെയ്താ മനസ്സിലായില്ലല്ലോ ഇപ്പൊ. എനിക്കിപ്പൊ മനസ്സിലായി. എടാ ഓക്കെ പറഞ്ഞോ. ഹരീഷേട്ട പറഞ്ഞോ. ചേച്ചി എന്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രില്യന്റ് ആണോ? ഇതാണ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നത്. ശരി, ഇതാണ് എന്തൊക്കെ എഴുതിയിട്ടപ്പോ ഉദ്ദേശിച്ചത്. എനിക്ക് കിട്ടുന്നില്ല. ആലോചിക്കേ 2-3 പേരുടെ ഇതൊക്കെ 3 ക്ലൂ പോലും പറയാൻ അറിയത്തില്ല. ഇതിന്റെ കളർ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഇതിന്റെ കളർ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇതൊക്കെ എഴുതുമ്പോ ഒന്നുകൂടെ ചിന്തിക്കണായിരുന്നു. ഞാൻ എടുത്തുനിന്ന് മുമ്പേ പറഞ്ഞ് ഇച്ചിരി കുറച്ചോട്ടെ മാറ്റി മാറ്റി. പുള്ളിക്കാരി അങ്ങനെ പറയത്തില്ല.
അതിനുള്ള ബുദ്ധി കുറച്ച് സിമ്പിൾ ആക്കി കൊടുക്കാട്ടോ. അതായത് ഇത് ഇങ്ങനെ കിട്ടിയാൽ ചിലപ്പോ ഇത് ഒരിക്കലും ചിന്തിക്കുന്നില്ല. പ്രായമന്യെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായഭേദമന്യേനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ല ആദ്യമേ ഞാൻ പറഞ്ഞ എനിക്കൊന്നും വിവരമില്ല. അപ്പൊ ശരിയായിട്ട് അങ്ങനെയല്ല ഇച്ചിരി പേരൊക്കെ ഉണ്ട്. ആ ചേലി ഓർമ്മയോട് പറ. എന്നാലും പറ, ഒറ്റ പറ. കട മേടിക്കാൻ കിട്ടും. ചിലവർക്ക് ഇത് ഇഷ്ടമാണ്, പക്ഷെ ചിലവർക്ക് ഇഷ്ടമല്ല അല്ലേ? പറഞ്ഞു ഇത് നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പാവങ്ങള് ഹെയർ എക്സ്റ്റൻഷൻ. നിക്ക്, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കും. പാവുണ്ട്. അല്ല അവള് നമുക്കൊക്കെയാണ് മനസ്സിലായി, ഞാൻ ശരിയാണോ? ഞാൻ വേണേ ഒരു ക്ലൂ തരാം. ഇതില് സിമ്പിൾ ആയി പോകും സാധനം, പക്ഷെ എന്നാലും അവർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. പോട്ടെ. കഴിക്കുന്ന സാധനമാണ്. ആണോ? അതൊക്കെ ക്ലൂ ആയിട്ട് പറയേണ്ട കാര്യം കേട്ടോ. അങ്ങനെ പറഞ്ഞ എന്താ പറ. പാവങ്ങള്. കപ്പളങ്ങ ഇനി ഞാൻ മിണ്ടൂല. കഴിഞ്ഞു. കപ്പളങ്ങ തുറന്ന് ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോ. കുക്കുംബർ. ഓ കുക്കുംബറാണ്. ഞാൻ ഈ കുക്കുംബർ ബ്യൂട്ടി പച്ച അല്ലെ? കുക്കുംബർ ബ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു സുഖമായിരുന്നു. അതുകൊണ്ട് സ്പെസിഫിക് ആയിരുന്നു. ബ്യൂട്ടി സംബന്ധം ഞാനിപ്പോ എന്താ എഴുതിയ എനിക്ക് എന്റെ കൺഫ്യൂഷൻ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പക്ഷെ ആ ക്ലൂ ഭയങ്കര ബ്രില്യന്റ്. അതിന് ആ ക്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ ഈ കളറൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞത് ഒരു പട്ടണമായി. എനിക്കറിയാതെ മനസ്സിലായില്ല. പോട്ടെ. നെക്സ്റ്റ്